ദാ നിങ്ങളുടെ ചായ. ഋഷഭ്, എനിക്കൊരു അമ്മയാവണം. നമുക്ക് കഷ്ടപ്പെടാനല്ലേ പറ്റൂ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് സരിതയെ ഓർമ്മയുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ്. ഇന്നലെ ഞാൻ അവളോട് സംസാരിച്ചു. അവളിപ്പോ ഒരു അമ്മയാ, ഭയങ്കര സന്തോഷത്തിലാ. നീ ടെൻഷൻ അടിക്കണ്ട, കുഞ്ഞൊക്കെ ആയിക്കോളും. ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല. 8-10 വർഷമായിട്ടും കുഞ്ഞൊന്നും ആവാത്ത എത്രയോ പേരെ എനിക്കറിയാം. എനിക്കിനി ക്ഷമിക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്താലോ? എന്റെ മോളെ, ഈ ഡോക്ടർമാരൊക്കെ പൈസ ഉണ്ടാക്കാതിരിക്കുന്നവരാ. അവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയും. എനിക്കൊന്നും അറിയണ്ട, എനിക്കൊരു കുഞ്ഞിനെ വേണം. എന്റെ അഭിപ്രായത്തിൽ ഇതിന് ഒറ്റ വഴിയുള്ളൂ, റൊമാൻസ് മാത്രം. നിനക്കറിയാലോ, ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ റൊമാൻസിലാണ് ഇരിക്കുന്നത്. പിള്ളേരൊക്കെ അതിൽ നിന്നല്ലേ വരുന്നത്. ബല്ലു എവിടെയാ? അത് ഇപ്പോ നാട്ടിൽ പോയേക്കുവാ. അവന്റെ വൈഫിനെ വിളിക്ക്. ഹലോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഓഫീസ് ടൈമിൽ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കലേന്ന്? എനിക്കറിയാം നിങ്ങൾ ബിസിയാണെന്ന്. പക്ഷെ ഇപ്പൊ ഒരു കാര്യമുള്ളോണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ചേ. ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടായിരുന്നു. എന്തേ, നിന്റെ അമ്മ വീട്ടിലേക്ക് വന്നോ? അമ്മ വരുന്നതിന് നിങ്ങൾക്ക് എന്താ? ആക്ച്വലി അത് നിങ്ങളൊരു അച്ഛനാവാൻ പോവാ. എന്താ? ആ അതെ. പിന്നെ ഇന്ന് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് നേരത്തെ വരാൻ പറ്റൂ? ഈ സന്തോഷത്തില് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. എടാ, ഇന്ന് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ജോലി ഉണ്ടാവുമല്ലോ. അത് പോട്ടെ, എന്തെങ്കിലും ചെയ്യേ. എന്റെ പൊന്നെ, ഞാൻ വന്നേക്കാം. ഞാൻ അച്ഛനാകാൻ പോകുവാ. മോളെ, സർപ്രൈസ്. ഇതൊക്കെ എന്താ? നമ്മുടെ കുഞ്ഞിന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാ ഇതല്ല. വാ, ഞാൻ കാണിച്ചു തരാം. ദാ നോക്കി. വൗ, എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കാനുണ്ട്. എൻ്റെ കൂടെ വന്നേ. ഇത് കണ്ടോ? ഇതെങ്ങനെയുണ്ട്? അപ്പൊ ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നേ? നിനക്ക് എവിടെയാ പോകണ്ടേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ട്രീറ്റ് തരുമോന്നു? ട്രീറ്റ് ഞാൻ തരുമല്ലോ. ബെഡ്റൂമിലേക്ക് വാ. ഒരു നാണു ഇല്ലേ നിങ്ങക്ക്? ഇപ്പൊ നിങ്ങളൊരു അച്ഛനാവാൻ പോവാ. എന്ന് വെച്ച് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ലേ? ഇനി കുറച്ച് അകലെ നിന്ന് സ്നേഹിച്ചാ മതി. അകലെ നിന്ന് എങ്ങനെയാ സ്നേഹിക്കുന്നത്? അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങള് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത കുഞ്ഞ് എന്ത് വിചാരിക്കും? കുഞ്ഞിതൊന്നും അറിയില്ലാന്നേ.
ഞാൻ പാർവതിയെ കൂടി കൊണ്ടുവന്ന നന്നായി. അല്ലെങ്കിൽ ഇവൾക്ക് താനില്ലാതെ അവിടെ ബോറടിച്ചാനെ. തനിക്ക് ഇവളില്ലാതെ ഇവിടെയും ബോറടിച്ചേനെ. അത് ശരിയാ ചേച്ചി, ആ പറഞ്ഞത് കറക്റ്റാ. ഇന്ന് നിങ്ങളുടെ സാറ് കുറച്ച് നേരത്തെ പോയി. ഇല്ലെങ്കിൽ നിനക്ക് പരിചയപ്പെടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, പിന്നെ ആയാലും കാണാമല്ലോ. ഇവക്ക് ഇങ്ങോട്ട് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതെന്താ? അവളുടെ ഈ സാരി പഴയതാണെന്ന്, കീറിപ്പോയെന്ന്. അത് മോശമല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറും ചേച്ചി നമ്മളെ കുടുംബത്തെ പോലെയാ കാണുന്നതെന്ന്. അപ്പൊ നാണിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പറഞ്ഞത് ശരിയാ. നിക്ക, എന്റെ അടുത്ത് കുറച്ച് സാരി ഉണ്ട്. ഞാൻ അധികം എടുക്കാറില്ല. അത് ഞാൻ കൊണ്ടുവരാം. ഇന്ന് ഓഫീസിലധികം ജോലിയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇന്ന് നേരത്തെ വീട്ടിൽ പോയിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാം. താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. പുറകെ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചാ അവള് ഹാപ്പിയാകും. നീ വേണമെങ്കിൽ നോക്കിക്കോ, ചേച്ചിയുടെ പഴയ സാരി ഉണ്ടല്ലോ, പുത്തൻ പോലെ ഇരിക്കും. പിന്നെ നിന്നെ കണ്ട സിനിമാ നടിയെ പോലെ ഉണ്ടാവും. ഇതെടുത്തോ. ഇതൊക്കെ നിനക്ക് നന്നായിട്ട് ചേരും. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ പിന്നെ, ഞാനിപ്പോ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നിങ്ങളിവിടെ സംസാരിച്ചിരിക്കെ. പറ്റിയാലൊന്ന് അടിച്ചു വാരിയേക്ക്. ഓക്കെ? ആ ശരി ചേച്ചി, ചെയ്തേക്കാം. എന്തായി കാണിക്കുന്നേ? അതോ, ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ കൊതിച്ചിരിക്കായിരുന്നു. നീ അവിടെ. ഞാനൊന്നിനും കൊതിച്ചിരിക്കുമല്ലായിരുന്നു. അല്ലല്ലോ, നോണ പറയാൻ നീ മിടിക്കുകയാണല്ലോ. നീയേ ഈ സാരിയൊക്കെ ഒന്ന് ഉടുത്ത് കാണിച്ചേ. ഞാനൊന്ന് കാണട്ടെ. എന്റെ മോള് പോയി വേഗം ഒന്ന് ഉടുത്തിട്ട് വാ. ചെല്ലേ. ഇപ്പൊ കാണാൻ സിനിമ നടിയെ പോലുണ്ട്. എന്താ ഒരു ഭംഗി. നിന്നെ കണ്ടിട്ട് എന്റെ മൂഡ് ആരം പോകുന്നുണ്ട്. ഇങ്ങ് വാ മോളെ. എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും വരും? എടി, ഇവിടെ ഇപ്പൊ ആരും വരില്ല. ചേച്ചി അമ്പലത്തിൽ പോയിരിക്കല്ലേ. വരാൻ ഇനി മിനിമം 3 മണിക്കൂറെങ്കിലും എടുക്കും. സാറിനി വൈകിട്ടേ വരുള്ളൂ. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവളായിരുന്നോ? ഞാനൊരു അച്ഛനാകാൻ പോകുന്നോർത്ത് സന്തോഷിക്കുകയായിരുന്നു. ഇതെന്റെ കുഞ്ഞു തന്നെയാണോ? നാണം കെട്ടവളെ. നിങ്ങൾ പാല് കുടിക്കും. എന്തു പറ്റി ഋഷഭ്? ഓഫീസിൽ നിന്ന് വന്നപ്പോ തൊട്ട് വല്ലാതിരിക്കുകയാണല്ലോ. ഒന്നുമില്ല, എന്റെ മൂടൊട്ട് ശരിയല്ല. ഓക്കേ, മൂഡ് എങ്ങനെയാ ശരിയാക്കേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ ഈ നാടകം ഒന്ന് നിർത്താവോ? ഞാൻ എന്ത് നാടകം കളിച്ചുന്നാ? നിങ്ങൾക്കിത് എന്താ പറ്റിയേ? ഇനി ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? എന്തു പറ്റി? ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതുമല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എന്റെ ലൈഫ് പോയിരിക്കുക. നിങ്ങൾ ആദ്യം എന്താ ഉണ്ടായെന്ന് പറ. ഈ കൊച്ചിന്റെ അച്ഛൻ ആരാടി? എന്താ?
കുഞ്ഞിന്റെ അച്ഛൻ? നിങ്ങൾക്ക് എന്നെ സംശയമാണോ? ഹാ, എന്തു പറ്റി? നിങ്ങൾ ഉത്തരം പറ. ഹ, എനിക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നേ? പറയേ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇതൊക്കെ എന്താ? നമ്മുടെ കുഞ്ഞിന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാ ഇതെല്ലാം. ദാ ഇത് കണ്ടോ? വൗ, ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ? ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്തു പറ്റി ഋഷഭ്? എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്കാണോ? ആ, ആക്ച്വലി പ്രശ്നം പുറത്തൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിലാ. ഇനി കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. അത് തന്നെയാടി എനിക്ക് അറിയേണ്ടത്. ഈ കൊച്ചിന്റെ അച്ഛൻ ആരാ? ഞാനാണോ അതോ ബല്ലു ആണോ? ഞാൻ വേലക്കാരന്റെ ഒപ്പം ഈ വൃത്തികേട് എങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നു? നിനക്ക് വൃത്തികേട് ചെയ്യാം, പക്ഷെ ഞാനത് ആലോചിക്കാൻ പാടില്ല അല്ലേ? ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് പറയടി. ഇതാ നിങ്ങൾക്ക് പറയാനുള്ളെങ്കിൽ ഞാൻ പോവാ. അങ്ങനെ ഇറങ്ങി പോവല്ലേ നീ? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോ. കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് പറയടി. നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ പോയി ചികിത്സിപ്പിക്കും. ഞാൻ ചികിത്സിപ്പിക്കണം അല്ലേ? നിനക്ക് അവന്റെ കൂടെ പോയി കിടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? നീ എന്തിനാ എന്നെ ചതിച്ചത്? ചേച്ചിയുടെ ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക് എങ്ങാണ് എനിക്ക് തന്നെങ്ങാനും ചേച്ചി അറിഞ്ഞാലേ ചേച്ചി ദേഷ്യപ്പെടും കേട്ടോ. ഏടി ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്നേ. ഇപ്പൊ നോക്കിയേ, നിന്നെ കണ്ട വലിയ വീട്ടിലെ കൊച്ചമ്മയാന്ന് തോന്നുള്ളൂ. അതെ, നമുക്കിനി വീട്ടിൽ പോവാം. ഒരുപാട് ലേറ്റായി. സാറും ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. നീ അതോർത്ത് പേടിക്കണ്ട. സാറും ചേച്ചിയും കൂടി ശനിയാഴ്ച ദിവസം പുറത്തോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് പാതിരാത്രി കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ ഇത് നമ്മുടെ നാടല്ല, സിറ്റി അല്ലേ. ഇവിടെ രാത്രിയും പകലല്ല ഒരുപോലെ. ഇവളിവിടെ എങ്ങനെ എത്തി? ഇവിടെ ഞാനിപ്പോ ഇവിടെ എന്താ നടക്കുന്നേ? അയ്യോ അയ്യോ, സാറ് വന്നോ? സാറെ മാപ്പാക്കണം.
എൻ്റെ ഭാര്യ നാട്ടിൽ നിന്ന് വന്നതാ. അപ്പോൾ ഞാനിങ്ങനെ ഇത് നിന്റെ ഭാര്യയാണോ? സത്യമായിട്ടും എൻ്റെ ഭാര്യയാണ് സാറേ. അല്ലാതെ കണ്ട പെണ്ണുങ്ങളോട് ഞാനൊന്നും ഇങ്ങനെ. പക്ഷെ ഈ സാരി ഇതെന്റെ ഭാര്യയുടേതല്ലേ? അയ്യോ സാറേ, അത് കരുണയുടെ സാരി കീറിപ്പോയായിരുന്നു. അപ്പോ ചേച്ചിയുടെ സാരി കൊടുത്തതാ. ഇത് മാത്രമല്ല, ഇതുപോലെ 3-4 സാരി കൊടുത്തായിരുന്നു. ഞാൻ എന്റെ കൈ കൊണ്ട് എന്റെ ഭാര്യയും കുഞ്ഞിനെ കൊന്നല്ലോ. ബല്ലു, പോലീസിന് കോൾ ചെയ്യ്.